അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ് നമ്മളുള്ളത്. റമദാൻ 1 മുതൽ ഒരുപാട് സുഹൃത്തുക്കൾ അനുഷ്ഠിച്ച ആളുകൾ നോമ്പെടുക്കുകയും തറാവീഹ് നിസ്കരിക്കുകയും വിത്ർ നിസ്കരിക്കുകയും ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്ത വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ. ആ പ്രതീക്ഷയോടൊപ്പം അവർക്ക് വലിയ സങ്കടവും അനുഭവപ്പെടും. കാരണം അവർ ചെയ്ത ഓരോ അമലുകളും അത് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നതാണ് ഒരു വിശ്വാസിയെ പിടികൂടുന്ന ഏറ്റവും വലിയ ആശങ്ക. ഒരു വിശ്വാസി അങ്ങനത്തെ തന്നെ ആയിരിക്കണം. ബൈനൽ ഖൗഫി വർ റജാ, ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലായിരിക്കണം. ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അത് അല്ലാഹു സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് വീണ്ടും ആ അമലുകളിലേക്ക് പോകാൻ, ആ കർമ്മം ചെയ്യാൻ നമ്മെ ഇല്ലാതെ പ്രചോദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും തികഞ്ഞവനാണ്, കർമ്മം കൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തവനാണ് എന്ന ഒരു ചിന്ത പലപ്പോഴും അത് പിശാച് നമ്മെ അപകടപ്പെടുത്താനും നമ്മെ ചതിക്കാനും ഇടവരുത്തും. അതുകൊണ്ടാണ് എത്ര വലിയ അളവിൽ ഖുശൂഅോടുകൂടെ ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്തവരാണെങ്കിലും മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ നമ്മുടെ ഇമാമുമാർ, അവർ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അവർ അമൽ ചെയ്യാത്തത് കൊണ്ടല്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ലമാണ്, എല്ലാ ഇമാമുകളുടെയും ഇമാമാണ്. അവരുടെ നിസ്കാരം എത്രയാണ്, അവരുടെ ഇബാദത്തിൻ്റെ ആ ദൈർഘ്യം എത്രയാണ് ചരിത്രത്തിൽ കാണാം. പക്ഷേ അങ്ങനെയൊക്കെ അമൽ ചെയ്തവരാണെങ്കിലും അവർ അവസാനം അള്ളാഹുവിലേക്ക് കൈമലർത്തി തേടുന്നത് വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വ ഈമാനി. അള്ളാഹുവേ, നിന്നെ കണ്ടുമുട്ടാൻ നേരത്ത് എനിക്ക് നിന്നിലേക്ക് സമർപ്പിക്കാൻ വലിയ അമലുകൾ ഒന്നുമില്ലല്ലോ എന്ന ചിന്തയാണ്. സിവാ മഹബ്ബതികൽ ഉദ്മാ, എനിക്കാകെയുള്ളത് എൻ്റെ വിശ്വാസം, എൻ്റെ ഈമാൻ. ആ ഈമാനോടൊപ്പം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് തന്നെ യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീരിൽ മുർതജി ലിജനാബികും എന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടിയ വരികളാണ്. ആ വരികളിലുമുള്ളത് അങ്ങനെയാണ്. അല്ലാഹുവേ, ഞാൻ ഫഖീറാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്കൊന്നുമില്ല എന്ന ഒരു അടിമത്വത്തിൻ്റെ, ഒരു അടിമക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ വിനയമായ ഭാവത്തിൻ്റെ, അതിൻ്റെ അങ്ങേ തലയിൽ നിന്നുകൊണ്ടുള്ള ഒരു വണക്കവും അതുപോലെ തന്നെ ഒരു വിധേയത്വവുമാണ് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ എന്ന് ഇമാമുകൾ ഇബാദത്തിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ഇമാമുമാർ. മഹാനായ ഇമാമുന മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന ശാഫിഈ തങ്ങൾ എത്ര വലിയ മഹാനാണ്. ലോകത്ത് എല്ലാ ഭൂഗോളങ്ങളിലും ഉലകമത്രയും വിജ്ഞാനങ്ങൾ കൊണ്ട് നിറച്ച മഹാനാണ് അല്ലേ. അവരുടെ ആ സേവനം എത്രയാണ്, എത്രയെത്ര ആളുകളാണ് അവരുടെ ഇൽമനുസരിച്ച് അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് നിസ്കരിച്ച് നമ്മുടെ നിസ്കാരം, ഇന്ന് നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം നിസ്കരിക്കാനിരിക്കുന്ന നിസ്കാരങ്ങൾ, അതിൽ നമ്മൾ വുളൂഅ് മാത്രം എടുക്കുക. ആ വുളൂഅ് ചെയ്ത് തീരുമ്പോഴേക്കും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര നന്മകളാണ് പോകുന്നത്. കാരണം ആ വുളൂഇന് ഷർത്തുകൾ രൂപപ്പെടുത്തിയത്, ആ വുളൂഇന് ഫർളുകൾ രൂപപ്പെടുത്തിയത്, ആ വുളൂഇൻ്റെ സുന്നത്തുകൾ നമുക്ക് എണ്ണം പറഞ്ഞുകൊണ്ട് അത് വരച്ചു കാണിച്ചത് മദ്ഹബിൻ്റെ ഇമാമുകളാണ്. അതുകൊണ്ട് ഓരോരുത്തരും നിസ്കരിക്കുന്ന ഈ ഉലകത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ, ഓരോരുത്തരും ചെയ്യുന്ന വുളൂഉകൾ, ഓരോരുത്തരും ചെയ്യുന്ന സുജൂദുകൾ, ഇതിൻ്റെ എല്ലാം ഈ ഇമാമുകൾക്കൊരു പങ്കുണ്ട് എന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മൻ ദല്ല അലാ ഖൈരിൻ, ഒരാൾ ഒരു ഖൈറിലേക്ക് വഴി കാണിച്ചാൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ച ആളുടെ പ്രതിഫലത്തിന് തുല്യമായൊരു പ്രതിഫലം ആ വഴി കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു നന്മയുടെ പ്രചാരകന് കിട്ടുന്ന ഒരു പ്രതിഫലത്തിൻ്റെ അളവാണ് പറഞ്ഞതെങ്കിൽ ഈ സർവത്ര ഇബാദത്തുകളുടെയും നന്മകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും എല്ലാം അതിൻ്റെ A to Z കാര്യങ്ങൾ കൃത്യപ്പെടുത്തിയ, അതിന് ക്രമീകരണം വരുത്തിയ, തർത്തീബുകൾ ഉണ്ടാക്കിയ മഹാന്മാരായ ഇമാമുകൾ. അതാണ് ഇമാമുകൾ. അവരുടെ ജീവിതകാലം അത്രയും ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തി. അവർ ജീവിച്ച മണിക്കൂറുകളെക്കാളും അധികം, അവർ ജീവിച്ച ആയുഷ്കാലം മുഴുവൻ എടുത്തു നോക്കിയാൽ അതിനേക്കാളും അധികം അക്ഷരങ്ങൾ, അതിനേക്കാളും
കൂടുതൽ വരികൾ, അതിനേക്കാളും കൂടുതൽ പേജുകൾ എഴുതി ജീവിച്ചു പോയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പോലെയുള്ള ഇങ്ങനെ ഒരുപാട് ഇമാമുമാർ അവർ ചെയ്ത സംഭാവനകളാണ് ഈ വിശുദ്ധമായ ശരീഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അതിൻ്റെ ഒരു പങ്കും ഓഹരിയും ലഭിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, ആ ഇമാമുകൾ അത്രയും വലിയ ഉന്നതരായിട്ടും അവരുടെ വിനയത്തിൻ്റെ ആ ഒരു ഭാഷ എത്രമാത്രം അതിൻ്റെ ആ ഒരു ലാളിത്യം എത്രയാണ്, നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ വഹിബ്ബു സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീൻപ്പെട്ട ആളല്ല. ഞാൻ സ്വാലിഹാണെന്ന് പറയാൻ എനിക്കൊരു ധൈര്യവുമില്ല. ഞാൻ സ്വാലിഹല്ല. സ്വാലിഹീങ്ങളെ, ഞാൻ നല്ല ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നില്ലേ? വഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ആ സ്വാലിഹീങ്ങളെ കൊണ്ട്, അവരുടെ റെക്കമെൻഡോടുകൂടെ എനിക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയണം എന്നാണ് ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നത്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക വഅഹ്തമി അർജു റിളാക വഅഹ്തമി ബിഹിമാക. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമുകളെ പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ ഇലാ ജനാബി ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാർ, ആ ദർബാറിലേക്ക് ഷഫാഅത്ത് തേടാത്ത, ആ ദർബാറിലേക്ക് വിളിച്ചു പറഞ്ഞു കരഞ്ഞു പറയാത്ത ഒരു ഇമാമിനെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എത്ര അമലുകളുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ മഹബ്ബത്തായിരിക്കണം, ആ സ്വാലിഹീങ്ങളോടുള്ള സുഹബത്തായിരിക്കണം. ആ സുഹബത്ത് നമ്മെ രക്ഷപ്പെടുത്തും. അതാണ് റസാനത്ത് എന്ന കവിതയിൽ ആ കവിത രചിച്ച മഹാൻ പാടിയത്. എന്താണ്? വഖാലിത്തി സുലഹ, നീ സ്വാലിഹീങ്ങളുമായി മുഖാലത്തത്ത്, സമ്പർക്കം നിനക്കുണ്ടാവണം, സ്വാലിഹീങ്ങളുമായ ഒരു സഹവാസം നിനക്കുണ്ടാവണം. വഖാലിത്തി സുലഹ നിൽത സ്വലാഹ ബിഹിം, ആ സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം കൊണ്ട് നിനക്ക് സ്വലാഹിയത്തിൻ്റെ ഒരു പകർച്ചകൾ ഉണ്ടാവും. നല്ലവരുമായി കൂട്ടുകൂടുമ്പോൾ ആ നല്ലത് പകരും, നല്ല സ്വഭാവങ്ങൾ പകർത്താൻ സാധിക്കും, നല്ല ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നമ്മിലേക്കും ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ നമ്മുടെ കൾച്ചറിനെ ഷേപ്പ് ചെയ്യാൻ ആ സ്വഹബത്ത് കൊണ്ട് സാധിക്കും. അവർ ഈ ഭൂമുഖത്തെ ആ പ്രകാശങ്ങൾ പരത്തുന്ന ചന്ദ്രന് തുല്യമായ ഈ ലോകത്തെ പൗർണമികളാണ് ഈ ലോകത്തെ മഹാന്മാർ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാനും അത്തരം മഹാന്മാരുമായുള്ള സുഹബത്ത് നമുക്കുണ്ടാകണം. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നടത്തുന്ന ദുആ അതാണ്, വശാരിഖിനാ ഫീ ദുആഇൽ മുഅ്മിനീന വസ്വാലിഹീൻ. അല്ലാഹുവേ, ലോകത്തുള്ള ഒരുപാട് സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ സുജൂദിൽ കിടന്നുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് സമയങ്ങൾ നീക്കിവെക്കുന്ന മഹാന്മാർ നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് മഹാന്മാർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ആ മഹാന്മാർ ഉൾക്കൊള്ളുന്ന സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കൊരു ഇടം തരൂ, ഇടം വേണം എന്ന യാചനയാണ് നമ്മൾ നടത്തുന്നത്. അതാണ് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. ഈ ഒരു പ്രാർത്ഥന മാത്രം മതി ഒരു വിശ്വാസിക്ക്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തവഫനി മുസ്ലിമൻ, ഒരു മുസ്ലിമായി എന്നെ മരിപ്പിക്കുക, വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് എന്നെ ഒന്ന് ചേർത്തി തരിക, ആ സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഒരു പങ്ക് എനിക്ക് നൽകുക. ഇത് അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ചേർത്ത് അള്ളാഹുവിൻ്റെ സ്വലാഹിയത്ത് കൊണ്ട് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ഇബാദത്തിനും നമ്മുടെ കർമ്മങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തിനുമൊക്കെ അള്ളാഹു തെളിച്ചവും ഒരു സ്വലാഹിയത്തും ഒരു ഹിദായത്തിൻ്റെ വെളിച്ചവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.